നമസ്കാരം. ഹിന്ദുരാഷ്ട്രം മതരാഷ്ട്രമല്ലെന്നും ധർമ്മമാണ് അതിൻ്റെ അടിത്തറയെന്നും RSS സർക്കാർ യുവാവ് ദത്താത്രേയ ഹൊസബാളെ. നമ്മുടേത് പുരാതന രാഷ്ട്രമാണ്. 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമാണ് ഇതൊരു രാഷ്ട്രമായതെന്ന് ചിലർ വാദിക്കുന്നു. പാശ്ചാത്യരുടെ ഭാഷയിലുള്ള നേഷൻ അല്ല രാഷ്ട്രമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംഘശതാബ്ദിയുടെ ഭാഗമായി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സംഘടിപ്പിച്ച ബ്ലൂമിംഗ് ഭാരത് യങ് ഇന്റലക്ച്വൽ മീറ്റിംഗിന്റെ ഉദ്ഘാടന സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടകത്തിൽ ജനിച്ച തനിക്ക് കേരളം അയൽനാടാണ്. എന്നിട്ടും രാഷ്ട്രത്തെക്കുറിച്ചുള്ള ആശയം വിദേശ ഭാഷയിൽ അവതരിപ്പിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ്. ലോകത്ത് മറ്റൊരു ഭാഷയിലും രാഷ്ട്രമെന്ന ആശയത്തെ, പാരമ്പര്യത്തെ, സംസ്കാരത്തെ, തത്വചിന്തയെ പൂർണ്ണമായി അവതരിപ്പിക്കാനാകില്ല. ഇന്ത്യയോ ഭാരതമോ തുടങ്ങിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഇൻഡസിൽ നിന്നാണ് ഇന്ത്യ ഉണ്ടാകുന്നത്. സിന്ധുവിനെയാണ് അവർ ഇൻഡസ് എന്ന് വിളിച്ചതെന്നും രണ്ട് പദങ്ങളും വലിയ അന്തരമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്കൃതിയാണ് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം. ഹിന്ദു എന്നതാണ് സംസ്കൃതിയുടെ പേര്. ബ്രിട്ടീഷ് രാജ്യമുള്ളപ്പോഴും ഇത് ഹിന്ദു രാഷ്ട്രമാണ്. അതിൻ്റെ ആത്മാവ് ആധ്യാത്മികമാണ്. ആവിഷ്കാരത്തിൽ വ്യത്യസ്തതകൾ ഉണ്ടാകാമെങ്കിലും സംസ്കൃതി ഒന്നാണ്. സംഗീതം കർണാടികയോ ഹിന്ദുസ്ഥാനിയോ മറ്റേതെങ്കിലും ആകട്ടെ സപ്തസ്വരങ്ങളാണ് അടിസ്ഥാനം. രാധയും കൃഷ്ണനും ശിവനും പാർവതിയും ഇല്ലാത്ത ഏത് നൃത്തരൂപമാണുള്ളത്? ഭാരതം ഏകമാണെന്ന് അടയാളപ്പെടുത്താൻ ഉത്തര ദക്ഷിണ ഭാഗങ്ങളെ ബന്ധിപ്പിച്ച രാമനെയും കിഴക്കും പടിഞ്ഞാറും ബന്ധിപ്പിച്ച കൃഷ്ണനെയും രാഷ്ട്രമാസകലം പ്രഭാവം ചെലുത്തിയ ശിവനെയും ഉദാഹരിച്ചത് സോഷ്യലിസ്റ്റ് നേതാവായ രാം മനോഹർ ലോഹിയാണ്. ചൈനീസ് കടന്നുകയറ്റ കാലത്ത് രാജ്യസഭയിൽ ചൈനയ്ക്കെതിരെ രൂക്ഷമായി പ്രസംഗിച്ച DMK നേതാവ് അണ്ണാദുരൈയാണ് ഹിമാലയം ശിവന്റെ ഇരിപ്പിടമാണെന്ന് പറഞ്ഞത്. മധുരയിൽ നടത്തിയ പ്രസംഗത്തിൽ പണ്ഡിറ്റ് നെഹ്റുവാണ് തീർത്ഥയാത്രകൾ കൊണ്ട് ഭാരതത്തെ ഏകാത്മകമാക്കിയ പൂർവികരെ നമസ്കരിക്കുന്നുവെന്ന് പറഞ്ഞത്. 12 ജ്യോതിർലിംഗങ്ങളും 52 ശക്തിപീഠങ്ങളും ശങ്കരാചാര്യർ സ്ഥാപിച്ച ചതുർമഠങ്ങളും രാഷ്ട്രീയ സംസ്കൃതിയാണ് പ്രകടമാക്കുന്നത്. വന്ദേമാതരം എഴുതിയ ബങ്കിം ചന്ദ്രൻ ഭാരതത്തെ സരസ്വതി എന്നും ലക്ഷ്മിയെന്നും ദുർഗയെന്നും വിളിച്ചത് അറിവിൻ്റെയും സമ്പത്തിൻ്റെയും കരുത്തിൻ്റെയും ഉപമകളായിട്ടാണ്. ഇതൊന്നും മതപരമല്ല. റിട്ടയർഡ് ജസ്റ്റിസ് മുഹമ്മദ് കരീം ഷഗ്ല താൻ സാംസ്കാരിക ഹിന്ദുവാണെന്ന് പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ്. ഇന്തോനേഷ്യ മതം മാറിയിട്ടുണ്ട്, പക്ഷേ പൂർവികരെ മാറ്റിയിട്ടില്ല. അവർക്ക് രാമായണം പ്രിയപ്പെട്ടതാണ്. ഹിന്ദു എന്നത് ധാർമ്മികവും സാംസ്കാരികമായ ഒരു മൂല്യാവസ്ഥയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമ്മുടെ നിരവധി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആപ്തവാക്യമായി സ്വീകരിച്ചത് ധർമ്മരാജ്യത്തിൻ്റെ മന്ത്രങ്ങളാണ്. സുപ്രീം കോടതിയിൽ അത് യഥോ ധർമ്മസ്ഥതോ ജയം എന്നാണെങ്കിൽ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് പുറകിൽ എഴുതിയിരിക്കുന്നത് ധർമ്മചക്ര പ്രവർത്തനായ എന്നാണ്. ഭാഷ മനുഷ്യൻ്റെ ഏറ്റവും മഹത്തായ ആസ്തിയാണെന്ന് സർക്കാർ വകുപ്പ് പറഞ്ഞു. എന്നാൽ ഭാഷയെ രാഷ്ട്രവൽക്കരിക്കുകയും ഭിന്നതകൾക്ക് ഉപകരണമാക്കുകയും ചെയ്യുന്ന പ്രവണതയുണ്ട്. സംഘം അധികാരത്തെ പിൻപറ്റിയല്ല വളരുന്നതെന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. NAC ഡയറക്ടർ ഡോക്ടർ ഗണേശൻ കണ്ണൻപിരാൻ, കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ, APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ സിസ തോമസ്, RSS ദക്ഷിണ കേരള പ്രാന്ത് സംഘചാലക് പ്രൊഫസർ MS രമേശൻ എന്നിവർ പങ്കെടുത്തു. സന്തോഷ് വിവർത്തനം ചെയ്ത സംഘവും സ്വാതന്ത്ര്യ സമരവും അധിനിവേശവും പ്രതിരോധവും 1000 വർഷത്തെ പോരാട്ട ചരിത്രം, രാഷ്ട്രീയ പരിവർത്തനം, പഞ്ചപരിവർത്തനത്തിലൂടെ എന്നീ പുസ്തകങ്ങൾ ദത്താത്രേയ ഹൊസബാളെ പ്രകാശനം ചെയ്തു. തുടർന്നുള്ള സെക്ഷനുകളിൽ സോഹോ സ്ഥാപകൻ ശ്രീധർ വെമ്പു, ISRO മുൻ ചെയർമാൻ ഡോക്ടർ S സോമനാഥ് എന്നിവർ സംസാരിച്ചു. പ്രാന്ത സഹകാര്യവാഹ് KB ശ്രീകുമാർ സ്വാഗതവും ഡോക്ടർ വൈശാഖ് സദാശിവൻ നന്ദിയും പറഞ്ഞു. കലാലയ വിദ്യാർത്ഥി പ്രമുഖ് CI വിപിൻ കുമാർ തുടർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. അഞ്ജന പ്രേംകുമാർ അവതാരകയായി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള യുവ ഗവേഷകരും PhD സ്കോളർമാരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്.